അല്ലേ? തങ്കം അല്ലേന്ന്? അതെ, തങ്കം. തങ്കം അല്ലേ? പണ്ട് ഓർമ്മയുണ്ടോ സ്കൂളിൽ പഠിച്ചതൊക്കെ? എന്നെ ഓർമ്മ എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മയുണ്ട് എന്ന് പറയാ, ഓർമ്മയില്ലെങ്കിൽ ഓർമ്മയില്ല എന്ന് പറയാ. എന്താണ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. തങ്കത്തിൽ ഓർമ്മയുണ്ട്. റോണി. റോണി എന്നാ ചായ ഇട്. അല്ല നിക്ക, രണ്ടുപേരും കൂടെ അവിടെ പോകണം. ചായ എടുക്ക. ഞാൻ ഒരു ചായയല്ലേ ചോദിച്ചേ, നിങ്ങൾ രണ്ടുപേരും പോയാ 2 ചായ എടുക്കണ്ടേ? 2 ചായ ഞാൻ പോയിട്ട് വരാം. ലില്ലി പോ, തങ്കവിടെ നിൽക്ക. തങ്കവിടെ നിൽക്ക. ഒരു കാര്യം പറയട്ടെ, ഒരു സ്ത്രീ സങ്കല്പം എന്ന് വെച്ചാൽ ഏത് പുരുഷനും, അത് ഞങ്ങൾ അറബിയിലേ ഞങ്ങൾ അറബി പെണ്ണുങ്ങളെ കണ്ട് ശീലിച്ചോണ്ട് പറയാ എന്ന് പറയും പോലെ അറബി സ്ത്രീകളെ പോലെ, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ കുലീനത പോലെ, അല്ല കുലീനത പോലെ പണ്ട് കാലങ്ങളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ എൻ്റെ മനസ്സിലെ നിത്യം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന നായികമാരായിരിക്കുമെന്നറിയോ? ശ്രീവിദ്യയും ജയഭാരതി. അവരുടെ അതേ അങ്കലാവണ്യം എന്താണെന്ന് പരിഗണന. പക്ഷെ പരിങ്കമ്പടും തങ്കത്തിന് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. തൻ്റെ പേര് തങ്കം, എൻ്റെ ഉള്ളം പങ്കം, തങ്കത്തിനായൊരംഗം. അതാണ്. ചിരിച്ചോളൂ അടക്കി പിടിക്കണ്ട. ലില്ലി പെട്ടെന്ന് ചായ ഉണ്ടാക്കും അല്ലേ? അടുക്കള പണിക്ക് ഭയങ്കര സ്പീഡാണ്. സാഹചര്യങ്ങളിൽ പെട്ടെന്നുണ്ട്. അവിടെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. അല്ല കഴിക്കാൻ എടുക്കാം. വേണ്ട. എന്ത് ചേച്ചി ഇവിടെ നടക്കുന്നത്? പോയ ചേച്ചി പോയെന്ന് തോന്നണ്ടേ? എന്റെ മാതാവേ, എന്റെ പൊന്നെ, എന്തൊരു മരണമാണിത്. രക്ഷപ്പെട്ടു. അച്ചപ്പങ്ങ ചേച്ചി, ഇതെന്തൊരു വാച്ച? ടെൻഷൻ കയറി എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കും ചേച്ചി. ഇത് പക്ഷേ ഉണ്ടല്ലോ, കനകനും ക്ലീറ്റോയും വരുമ്പോഴത്തേനും അവൻ്റെ കാല് 2 അടിച്ചു പൊട്ടിക്കണം. സൈക്കോണേ ചേച്ചിയാണ്. എനിക്കറിയാൻ പാടില്ലാട്ടാ. ഓ, അത് ഇച്ചിരി സമയം കൊണ്ട് പേടിച്ചു പോയി. എന്റെ മുന്നോ അടുക്കളയിലാണ് എന്താ കാണിച്ചത്? പോണോ? ചേച്ചി ഹായ് ഗേൾസ്, എന്താ മുഖത്തൊരു പരിഭവം? അവിടെ നോക്കിയിട്ട് കണ്ടില്ല, അപ്പം പോയിന്ന് വിചാരിച്ചു റോണി. പോയി നോക്കി ടെൻഷനായില്ലേ? അങ്ങനെ പോവോ ഞാൻ നിങ്ങളിട്ട്? ഇവിടെ വന്ന് ഇരിക്കും. ഇവിടെ എന്താ തങ്കം മടിച്ചു നിൽക്കണം? വന്നിരിക്കും. നമ്മളൊക്കെ മുതിർന്നില്ലേ, ഭർത്താവും കുട്ടികളൊക്കെ ആയി. ഇനിയിപ്പോ ഞങ്ങൾക്കൊരാൾ ഓടിച്ചു വിടണമെങ്കിൽ കനകന്റെയും ക്ലീറ്റോടെയും ആവശ്യമില്ല. ഞങ്ങള് മാത്രം മതി. നേരം ഓരോടാ നിന്റെ വിചാരം? കൂട്ടുകാരനാണെന്ന് വെച്ചിട്ടാണ് വീടിന്റെ അകത്തോട്ട് കയറ്റിയത്. നിങ്ങൾ എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്? കൊന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ ചോദിക്കാൻ വരില്ല. അല്പം മര്യാദ കാണിച്ചപ്പോ പെണ്ണുങ്ങളോട് നീ എന്തോടെ പെണ്ണുങ്ങളെ പറ്റി വിചാരിച്ചത്? നീ എന്തോടെ വിചാരിച്ചത്? നിന്നോട് ഒലിപ്പിക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ടാവും, അവരടുത്ത് പോയി കാണിച്ചാൽ മതി. ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടോ കേട്ടോടാ. ഓക്കെ, ബൈ ദ വേ ഗേൾസ്, ഇത് നിങ്ങളുടെ ലേഡീസ് ഗ്രൂപ്പിലിട്ട് വൈറലാക്കാൻ നോക്കരുത്.